എൻ്റെ പേര് അഞ്ജന. ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സെൻറ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്കിപ്പോഴാണ് ഒരു ഡൗട്ട് തോന്നിയത്. ഞാൻ എപ്പോഴും ടൗണിലൊക്കെ പോകുമ്പോൾ ഈ താണാവിൻ്റെ അവിടെ കൂടെയാണ് പോവുക. അപ്പോൾ അവിടെ കുണ്ടും കുഴിയും എല്ലാ ആക്സിഡൻ്റൊക്കെ നടക്കണുള്ള സ്ഥലമാണ്. ഇന്നലെ LDFൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കുണ്ടും കുഴിയൊക്കെ അടച്ചിരിക്കണം. അതെന്താ ഞങ്ങൾക്ക് ചെയ്യാത്തത്, ജനങ്ങൾക്ക് ചെയ്യാത്തത് എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കുട്ടി തന്നെ ഉത്തരം പറഞ്ഞു. അല്ല, LDF വന്നാൽ ശരിയാവും. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സതീഷ് കഴിഞ്ഞോ? ഒരു മിനിറ്റ്, നമ്മൾ സമപ്പ് ചെയ്യാൻ പോവാണ്, സമയക്കുറവുണ്ട്. കഴിഞ്ഞോ? ഒരു മിനിറ്റ് സമപ്പ് ചെയ്യാം. ഒറ്റ മിനിറ്റ്. സമപ്പ് ചെയ്യാം. ഒരു മിനിറ്റ് സമയം കഴിഞ്ഞു. ഒരു മിനിറ്റ് സമപ്പ് ചെയ്യാം. സമയക്കുറവ്. ഇത് ചോദിച്ചതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കാണ്ട് ഒന്ന് കോൺഗ്രസ് പ്രതിനിധിയോടാണ് ഒന്ന് ചോദിക്കാനുള്ളത്. ഷാഫി പറമ്പലിന് എല്ലാവിധ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഭാസൻ MLA കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാമെന്ന് ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാവ് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പാലക്കാട് ജനങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുത്ത ഈ MLA യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം, CPM പ്രതിനിധി കിട്ടാത്തത് കൊണ്ടാണോ അകത്തേത്തറയിൽ ഇങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് CPIക്ക് വരേണ്ടി വന്നത്? ഒരു കാര്യമില്ല. അകത്തേത്തറയുടെ സ്വപ്നമായ കല്യാണ മണ്ഡപത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അത് പോയി ആ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഹാളില് ഫാനിന്റെ അവസ്ഥ കൈയിട്ട് കറക്കണം. അതിന്റെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒന്നും കൂടി അതേപോലെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് 35 വർഷം ഭരിച്ച അകത്തേത്തറയിലെ CPM അതിന് ബദല് പറയണം, മറുപടി പറയണം. ഒരു പ്ലേ ഗ്രൗണ്ട്, ഒരു ശ്മശാനം, 35 കൊല്ലം ഭരിച്ച CPM മറുപടി പറയണം. ഒരു ശ്മശാനം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സമപ്പിയാണ്. ഒറ്റ മിനിറ്റ് ശ്രീ സതീഷ്, പെട്ടെന്ന് ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. 3 പ്രതിനിധികൾക്ക് ഓരോ മിനിറ്റ്. വൈഡപ്പിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിഷയത്തിൽ നോക്കൂ, കോൺഗ്രസ് ഇങ്ങനെ ഒരു പരാതി വരാത്ത മുമ്പ് നോക്കൂ, വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇരുത്തരുത് എന്ന് നിയമസഭാ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു പരാതി വന്നപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നോക്കൂ ചേട്ടാ, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കേരളത്തിന്റെ ഖജനാവിനോ കേരളത്തിന്റെ ജനങ്ങൾക്കോ നയാ പൈസയുടെ നഷ്ടം വന്നിട്ടില്ല. പക്ഷേ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പന്റെ സ്വർണം കെട്ടപ്പോ കേരളത്തിന്റെ മനസ്സിന് മുറിവേൽപ്പിച്ച ഒരു ഗവൺമെന്റാണ് ഇവരുടെ ഗവൺമെന്റ്. അതുകൊണ്ട് മാങ്കൂട്ടം കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടമില്ല. ശബരിമലയിൽ സ്വർണം കെട്ടപ്പോ കേരളത്തിന് വിശ്വാസികളുടെ മനസ്സിന് മുറിവേറ്റു. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ വൈഡപ്പിയാണ്. പറഞ്ഞോളൂ മുരട്ട, വൈഡപ്പിയാണ് മുരട്ട. ഒരു മിനിറ്റ് പെട്ടെന്ന്, സമയം ഉണ്ടാവില്ല. പ്ലീസ് ഒന്ന് വൈഡപ്പ്. പറഞ്ഞോളൂ. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പറഞ്ഞു നിർത്തി, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ പറഞ്ഞു ഇവര് ഈ പരാതി ലഭിച്ചതും പരാതി ലഭിക്കുന്നതിനേക്കാൾ മുന്നേ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാറ്റി നിർത്തി എന്ന് പറഞ്ഞു. ഈ പരാതി ലഭിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ 2 വർഷങ്ങൾക്ക് മുൻപ് ഷാഫി പറമ്പലിനോട് നേരിട്ട് ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിലേക്ക് പ്രൊമോട്ട് ചെയ്യരുത്, യൂത്ത് കോൺഗ്രസിലെ നിരവധി പെൺകുട്ടികളോട് ഇദ്ദേഹം മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത് BJP-ക്കാരല്ല, യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവാണ്. അത്തരത്തിൽ പറഞ്ഞ വാദങ്ങളെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഇതുപോലൊരു പേവേട്ടിനെ, ഒരു സൈക്കോപാത്തിനെ ഇവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി പാലക്കാട് നിയമസഭാ സീറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ രാഹുലിനെ മറയാക്കണം, സ്വർണ്ണക്കൊള്ള ജനങ്ങൾ രണ്ടുപേരുടെ നിലപാടാണ്. ശരി, കഴിഞ്ഞ ഇവിടെ രാഹുലിന്റെ വിഷയം പറയുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, ഉളുപ്പില്ലാത്തവൻ, അത്രയും ലക്ക് കെട്ടവനാണ് ഈ രാഹുലിനെ പോലുള്ള പേവട്ടിനെ ന്യായീകരിക്കാൻ വരിക. അവരുടെ പാർട്ടിയിലെ തന്നെ, അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് തന്നെ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീലാവിലാസങ്ങൾ. ഇത്തരത്തിലുള്ള ഒരു MLA പാലക്കാട് കൊണ്ടുവന്നു, സസ്പെൻഡ് ചെയ്തതിന് ശേഷവും ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുലിനോടൊപ്പം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തി,
വീട് കയറി ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അവരെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ പറയുക അറിയോ? അദ്ദേഹത്തിന് ഉചിതമെങ്കിൽ രാജിവെച്ചോട്ടെ MLA സ്ഥാനം. ഇവരുടെ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ച് പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ 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 എന്ന് പറഞ്ഞോ. ഞങ്ങൾ അത്രയും കാലം സ്വർണ്ണക്കൊള്ള ശബരിമല. ശ്രീ അയ്യപ്പൻ ശബരിമല സ്ത്രീ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വാമിയേ പറഞ്ഞോളൂ. സതീശന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സതീശന് കേരളത്തിലും ഭരണമില്ല, കേന്ദ്രത്തിലും ഭരണമില്ല, പാവപ്പെട്ട അകത്തേത്തറയിലും ഭരണമില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അകത്തേത്തറിൽ അംഗം പോലും ഫ്രസ്ട്രേഷൻ ഇല്ല. പിന്നെ ഒരു കാര്യം, പിന്നെ ആ സഖാവ് ചോദിച്ചത് കേരളം കഴിഞ്ഞ എവിടെയെങ്കിലും CPM-നോ CPI-ക്കോ അധികാരമുണ്ടോ? കേരളം കഴിഞ്ഞ എവിടെയെങ്കിലും CPM-നോ CPI-ക്കോ അധികാരമുണ്ടോ? പിന്നെ ഇവർ അങ്ങോട്ട് ചോദിക്കണ്ട. ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചോണ്ടല്ലോ എല്ലാവരും പോണ്. എന്നിട്ട് അവർക്ക് അങ്ങോട്ടോ ഇവർക്ക് അങ്ങോട്ട് ചോദിക്കണത് എന്താ കാര്യം? ഇവർ ഒരു കാര്യത്തിൽ